അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ ദിവ്യകാരുണ്യമാ യേശു എൻ ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി ദാവീദിൻ സോനുവേ പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. കരുണവാനായ കർത്താവേ, എന്നെക്കുറിച്ച് വലിയ കരുതലോടുകൂടി എന്നെ അനുനിമിഷം കാത്തു പരിപാലിക്കുന്ന അങ്ങയെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ അഭിലാഷങ്ങളും കർത്താവേ അങ്ങയെ ഞാൻ അറിയിക്കുന്നു. അങ്ങാണ് എൻ്റെ ജീവൻ്റെ ബലമെന്ന്, അങ്ങാണ് എൻ്റെ അമൂല്യ സമ്പത്തെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കാം. തിരുജീവൻ പകരും ജന്മല നിമിഷമിതാ സ്തുതി പാടിടാം മനവീണകൾ വീട്ടി പാടിടാം മമനാഥന് സ്തുതി പാടിടാം മനവീണകൾ വീട്ടി പാടിടാം നാഥാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ. എൻ ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേകിടുന്നു. എൻ ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേകിടുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് സൗഖ്യം തരേണമേ. രോഗികൾ രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ.
ഹൃദയത്തിലേക്ക് ഈശോയെ കടന്നു വരണമേ. സൗഖ്യം തരേണമേ. അങ്ങയുടെ സാന്നിധ്യം എനിക്ക് സൗഖ്യമായിട്ട് മാറണമേ. നാഥ വരേണമേ. സൗഖ്യം തരേണമേ. നാഥ വരേണമേ. സൗഖ്യം തരേണമേ. നാഥ വരേണമേ. നേർവഴി കാട്ടേണമേ. നേർവഴി കാട്ടേണമേ. കാരുണ്യവാനായ കർത്താവേ, സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകുന്ന ഞങ്ങൾക്ക് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി, നേർവഴി അങ്ങ് കാട്ടണമേ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് നൽകുന്ന വചന വെളിച്ചത്തിൽ ഇന്നത്തെ ദിവസം മത്തായി സുവിശേഷത്തിന്റെ 6-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനം ഞങ്ങൾ ധ്യാനിക്കുന്നു. വചനം പറയുകയാണ്, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇന്നത്തെ തിരുവചനം കർത്താവിൻ്റെ കരങ്ങളിൽ വിശ്രമിക്കുന്നതിന് മുൻപ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ദൈവത്തെയും ലോകത്തിൻ്റെ സമ്പത്തിനെയും ഒരുപോലെ സ്നേഹിക്കാനും സേവിക്കാനും നമുക്ക് പറ്റിയല്ല. ദൈവത്തിൻ്റെ സ്നേഹത്തിന് പകരമായി ഈ ലോകം ഒത്തിരിയേറെ സന്തോഷത്തിൻ്റെ മാർഗങ്ങളും കാണിച്ചു തരും. അത് വ്യക്തികളായിരിക്കാം, ലോകത്തിൻ്റെ സമ്പത്തായിരിക്കാം, സ്ഥാനമാനങ്ങളായിരിക്കാം, അംഗീകാരങ്ങളായിരിക്കാം, അധികാരമായിരിക്കാം, സൗന്ദര്യമായിരിക്കാം, ആരോഗ്യമായിരിക്കാം, ആശയങ്ങളും ആദർശങ്ങളുമായിരിക്കാം. പല രീതിയിലൂടെ ദൈവത്തിന് പകരമായി പലതിനെയും ഈ ലോകം നമുക്ക് വെച്ച് നീട്ടും. ദൈവത്തിനെ സ്നേഹിക്കുന്നവന്, സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെക്കുന്നവന് ദൈവമല്ലാത്ത എല്ലാത്തിനെയും പരിത്യജിച്ചേ പറ്റൂ, മാറ്റി നിർത്തിയേ പറ്റൂ. ലോകത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി ഈ ലോകത്തിന്റെ സന്തോഷങ്ങളിൽ കുടുങ്ങി നിത്യജീവൻ, സ്വർഗരാജ്യം നഷ്ടപ്പെടുത്തും. പുറപ്പാടിന്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതൽ തിരുവചനങ്ങളിൽ 1-ാമത്തെ പ്രമാണം ആയി കർത്താവ് പറയുന്നത് ഈ കാര്യമാണ്. ദൈവത്തിനെ സ്നേഹിക്കുന്നതിന് പകരം മറ്റെന്തിനെയെങ്കിലും സ്നേഹിച്ചാൽ അത് ദൈവഹിതത്തിന് വിരുദ്ധമായ ജീവിതമാണ്. വചനം ഇങ്ങനെ പറയുകയാണ്, അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ്, വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറകൾ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് ദൈവം തന്നെ പറയുകയാണ്, ഞാൻ അസഹിഷ്ണുവാണ്. നിയമാവർത്തന പുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണും, ഞാൻ അസൂയാലുവായ ദൈവം. ദൈവത്തിന് അസഹിഷ്ണുതയുള്ളത്, അസൂയയുള്ളത്, ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന് പകരമായി നമ്മൾ എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് എത്ര വലുതായിക്കൊള്ളട്ടെ, നമുക്ക് എത്ര ശ്രേഷ്ഠമായിക്കൊള്ളട്ടെ, അതിനോട് ദൈവം അസഹിഷ്ണുവാണ്, അസൂയാലുവാണ്.
ലോകം തരുന്ന ഒന്നും ദൈവത്തിന് പകരമാവുകയില്ല. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ദിവസം നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ വിശ്രമിക്കുന്നതിന് മുൻപ് നമ്മൾ ഇങ്ങനെ ആലോചിക്കണം. ഇന്നത്തെ ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞാൻ ചെയ്തിരിക്കുന്ന ഓരോ പ്രവൃത്തിയും എൻ്റെ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നതായിരുന്നോ, അതെയോ എൻ്റെ ജഡിക താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നോ? കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നതാണെങ്കിൽ എൻ്റെ നന്മകൾ, എൻ്റെ പുണ്യങ്ങൾ, എൻ്റെ ആത്മാവിൻ്റെ ഹിതമനുസരിച്ച്, ദൈവത്തിൻ്റെ വചനമനുസരിച്ചുള്ള പ്രവൃത്തികളാണ് ഉണ്ടാവേണ്ടത്. അതേസമയം ഞാൻ മാമോനെ സേവിക്കുന്നവനാണെങ്കിൽ, പിശാചിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, സമ്പത്തിനെ ആദരിക്കുന്നവനാണെങ്കിൽ, ഞാൻ ഇന്ന് പ്രഭാതം മുതൽ നടത്തിയിരിക്കുന്ന ഓരോ ചിന്തയും സംസാരവും പ്രവൃത്തിയും അത് ലോകത്തിന്റെ സമ്പത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, വചനം നമ്മളോട് ഇങ്ങനെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ, ഇന്ന് ഈ നിമിഷം നിന്റെ ആത്മാവിനെ ഞാൻ ആവശ്യപ്പെട്ടാൽ നീ സമ്പാദിച്ചതൊക്കെ, നീ നേടിയതൊക്കെ ആരുടേതായി തീരും. നമുക്ക് ദിവ്യകാരി ഈശോയ്ക്ക് തന്നെ നമുക്ക് നോക്കാം. കർത്താവേ, എൻ്റെ കഴിവോടും കഴിവുകേടുകളോടും, ആരോഗ്യത്തോടും അനാരോഗ്യത്തോടും, സന്തോഷത്തോടും ദുഃഖത്തോടും കൂടെ ഞാൻ ഈ ഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നേടുന്നത് ഒക്കെ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് കടന്നു പോകേണ്ടതാണെങ്കിൽ നഷ്ടമായി പോകുന്നു എൻ്റെ ജീവിതം. കൃപയില്ലാത്തതായി മാറുന്നു എൻ്റെ ജീവിതം. കർത്താവേ, അങ്ങയുടെ തിരുമുഖം കണ്ട് സ്വർഗരാജ്യത്തെ ലക്ഷ്യം വച്ച് ജീവിക്കാനുള്ള കൃപയും അനുഗ്രഹവും എനിക്ക് തരണമേ എന്ന് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൽ സ്വസ്ഥമായി അങ്ങയുടെ തൃക്കരങ്ങളിൽ അങ്ങയോടെ മാറിടത്തിലേക്ക് ചേർന്ന് തലചായ്ച്ചുറങ്ങാൻ കർത്താവേ എന്നെ അനുഗ്രഹിക്കണമേ. സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ. ആനന്ദം കൊണ്ട് എൻ്റെ ഹൃദയത്തെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദിവ്യകാരി ഈശോയ്ക്ക് തന്നെ നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വം നമുക്ക് പ്രഘോഷിക്കാം. അവിടുത്തെ നാമമല്ലാതെ, അവിടുത്തെ മുഖമല്ലാതെ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ മറ്റൊന്നും നമ്മെ തൃപ്തിപ്പെടുത്തുകയില്ല. നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. ആകാശത്തിന്റെ കീഴിൽ സകല ജനപദങ്ങളുടെയും ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ഭൂമിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ഏക നാമം യേശുവിന്റെ നാമമാണ്. ലോകത്തിന്റെ സമ്പത്ത്, ലോകം തരുന്ന സൗഭാഗ്യങ്ങൾ, ഇതൊന്നും നമുക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യുകയില്ല. യേശുനാമം, ദൈവനാമം നമ്മെ ബലപ്പെടുത്തുകയും നിത്യജീവന് നമ്മെ അർഹരാക്കുകയും ചെയ്യുന്നു. പറുദീസായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യേശുനാഥനല്ലയോ. പ്രവാചകന്മാർ മുന്നേ ചെന്നൊരു രക്ഷാ സന്ദേശം യേശുനാഥനല്ലയോ, യേശുനാഥനല്ലയോ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കൊഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. കരുണവാനായ കർത്താവേ, അങ്ങ് സ്നേഹിച്ചവയെ മാത്രം സ്നേഹിക്കാൻ, അങ്ങ് മാറ്റി നിർത്തിയത് എന്നെ എല്ലാം ഉപേക്ഷിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കാതെ എനിക്ക് ലഭിക്കുന്നതെല്ലാം പിശാച് തരുന്നതാണ്. അതെന്നെ നാശത്തിലേക്ക്, തകർച്ചയിലേക്ക്, ദൈവ
ഞാനും തമ്മിലുള്ള ബന്ധത്തിന്റെ തകർച്ചയിലേക്ക് മാത്രമേ നയിക്കൂ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയിൽ, അങ്ങയുടെ സാന്നിധ്യത്തിൽ കൂടുതൽ ബലം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. ദൈവം മാനവരക്ഷയ്ക്കായി തന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ, ഭൂലോകങ്ങൾ മുട്ടുമടക്കും ഉന്നത നാമമേ, യേശുവെന്നൊരു നാമമേ, യേശുവെന്നൊരു നാമമേ. ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. മാനവരക്ഷയ്ക്കുഴിയിൽ വേറൊരു നാമമില്ലല്ലോ, യേശുനാമമല്ലാതെ, യേശുനാമമല്ലാതെ. നമുക്ക് ദിവ്യകാരൻ ഈശോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, കാരുണ്യവാനായ കർത്താവേ, ആകാശത്തിനു കീഴെ, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി, നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. കാരുണ്യവാനായ കർത്താവേ, കാരുണ്യവാനായ കർത്താവേ, യേശു നാമത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് തരുന്ന വചനത്തിന്റെ സമ്പത്തിനാൽ മൂല്യമുള്ളവരായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുന്നതെല്ലാം പിശാചിൽ നിന്നുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലോകം തരുന്ന സമ്പത്ത്, ലോകം തരുന്ന അധികാരം, ലോകം തരുന്ന പ്രശംസ, ലോകം തരുന്ന അംഗീകാരം, കർത്താവേ, അത് അങ്ങയുടെ തിരുവചനത്തിന് എതിരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങയുടെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നെ ബലപ്പെടുത്തണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ശാന്തതയോടുകൂടെ അങ്ങയുടെ തിരുമുമ്പിലായിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. നമുക്ക് ദൈവകൃപയിൽ പൂർണ്ണമായി നമുക്ക് ആശ്രയം വെച്ചുകൊണ്ട്, ഈശോ തരുന്ന സന്തോഷം നമുക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, സമാധാനത്തോടു കൂടി അവിടുത്തെ മുമ്പിൽ വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. കൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ഈശോയിലേക്ക് തന്നെ നമുക്ക് നോക്കാം. ദൈവകൃപയെ പൂർണ്ണമായും ആശ്രയം വയ്ക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തി അഭിഷേകം കർത്താവേ എനിക്ക് തരണമേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. ഇഹലോകമോ കരുകിൽ ഒരു സുഖവും മനഃശാന്തിയതും, ഇഹലോകമോ കരുകിൽ ഒരു സുഖവും മനഃശാന്തിയതും, എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. ദൈവസന്തോഷത്തിൽ ആനന്ദിച്ചുകൊണ്ട് യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ട് എനിക്ക്. ലോകം തരുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു പോയാലും ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അഭിഷേകത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അവനുടെ ചുവടുകൾ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ലോകത്തിന്റെ സമ്പത്തിൽ ആശ്രയം വെക്കാതെ
കർത്താവേ, അങ്ങ് നൽകുന്ന സന്തോഷത്തിന് വേണ്ടി പൂർണ്ണമായും എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ സമ്പത്തിന് വേണ്ടി, ലോകം തരുന്ന സന്തോഷത്തിന് വേണ്ടിയുള്ള എൻ്റെ ദാഹത്തെ ശമിപ്പിക്കണമേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. എന്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ യേശുനാമത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്റെ ആയുസ്സിൻ ദിനമാകയും തന്റെ നാമമഹത്വത്തിനാ ഒരു കൈത്തിരിപ്പോൾ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ഞാൻ. പ്രാർത്ഥിക്കട്ടെ. കൈത്തിരിപ്പോൾ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാർവിൽ മറഞ്ഞിടും ദിവ്യകാലത്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ദൈവസ്നേഹത്തിന് കല്ലിഞ്ഞ് ചേരാൻ ആഗ്രഹിച്ചുകൊണ്ട് വഴികളെ ഞാൻ അറിഞ്ഞ് അഭിഷേകത്തിലൂടെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അഭിഷേകത്തിലൂടെ ആഗ്രഹിച്ചുകൊണ്ട് അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവനെ സ്നേഹത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. കരുണവാനായ കർത്താവേ, ലോകം തരുന്ന സന്തോഷവും സമ്പത്തും നഷ്ടപ്പെട്ടു പോകുമ്പോൾ എനിക്കുള്ള എല്ലാ വേദനകളെയും ഞാനിതാ സമർപ്പിക്കുന്നു. ജോലി മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, വരുമാന മാർഗങ്ങൾ തടയപ്പെടുമ്പോൾ, ജീവിത സൗകര്യങ്ങൾ അപര്യാപ്തമാകുമ്പോൾ കർത്താവേ, എനിക്കുണ്ടാകുന്ന ദുഃഖം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ വചനം അനുസ്മരിക്കുന്നു. ആകാശത്തിലെ പക്ഷികൾക്ക് ചേക്കേറാൻ ചില്ലകളുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല. കർത്താവേ, എൻ്റെ അസൗകര്യങ്ങളെ ദൈവസ്നേഹത്തിലേക്കുള്ള വഴികളാക്കി അങ്ങ് തുറന്നു തരണമേ എന്ന് ഞാനിത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുറവുകളെ കുറിച്ചുള്ള എൻ്റെ എല്ലാ ചിന്തകളെയും ഞാനിത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുറവുകളെ കുറിച്ചുള്ള പരാതികൾ, സൗന്ദര്യമില്ലായ്മ, നിറമില്ലായ്മ, കഴിവുകളില്ലായ്മ, പലതരത്തിലുള്ള പരാതികൾ കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞാനിത് സമർപ്പിക്കുന്നു. ലോകം തരുന്ന കഴിവുകളോ ലോകം തരുന്ന സൗഭാഗ്യങ്ങളോ അല്ല ദൈവസ്നേഹത്തിന്റെ മാനദണ്ഡം. അത് ദൈവം യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ നൽകിയിരിക്കുന്ന സമ്പത്താണ്. കർത്താവേ, ആ സ്നേഹം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ലോകമോ അരുകില്ലൊരു സുഖവും മനഃശാന്തിയതും ലോകമോ അരുകില്ലൊരു സുഖവും മനഃശാന്തിയതും എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എന്റെ യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ അനുഗമിച്ചിടും അവരുടെ ചുവടുകളെ. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് തന്നെ നോക്കാം. കർത്താവേ, അങ്ങ് ആണ് എൻ്റെ ധനം, അങ്ങാണ് എൻ്റെ സമ്പത്ത്. ഈശോയെ, ഞാൻ സ്വരുക്കൂട്ടിയിരിക്കുന്ന സമ്പാദ്യത്തിൽ ആരുടെയെങ്കിലും കണ്ണുനീരോ ചോരയോ ഉണ്ടെങ്കിൽ അതെനിക്ക് നാശത്തിന് കാരണമാണ്. അനധികൃതമായി ഞാൻ എന്തെങ്കിലും പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഉപകരിക്കുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരങ്ങളിൽ വിശ്രമിക്കുന്നതിന് മുൻപ് നിന്റെ സമ്പത്തിനെ കുറിച്ച് നീ ധ്യാനിക്കണം. നിന്റെ സമ്പത്ത് ആരുടെയെങ്കിലും കണ്ണുനീര് വരേണ്ടതാണെങ്കിൽ വിട്ടുകൊടുക്കണം. നമുക്ക് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം.
ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, 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 യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി